ആ മുത്തുമണികളൊക്കെ എത്തിയോ? ഞങ്ങൾ 5 മിനിറ്റ് മുമ്പേ എത്തി. എന്നാ ഹാൻഡ് ഓവർ ചെയ്യാം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവരും രാത്രി ഫുള്ള് നല്ല ഡാൻസ് ആയിരുന്നു. ഇപ്പം കിടന്നുറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഡ്യൂട്ടി ഭയങ്കര എളുപ്പമായിരിക്കുള്ളൂ. ഒരു പണി ഉണ്ടാവില്ല. സന്തോഷിക്കേ. എന്നാൽ ഞാനങ്ങോട്ട് മിന്നിച്ചോട്ടെ. അപ്പം ഇന്ന് രാത്രി വീണ്ടും കാണാം കേട്ടോ. ഇത് എത്രാമത്തെ തവണ ഈ ബെല്ലടിക്കണേ? പ്രേതം വലുതുണ്ടെന്നാവോ? ഇത് പഴയ ബിൽഡിങ്ങും ആണ്. മനുഷ്യന് പേടിയായിട്ട് പാടില്ല. പിന്നെന്തായി? എന്തൊക്കെയുണ്ട്? എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ റൂം നമ്പർ 2 എപ്പോഴും ബെല്ലടിക്കണ്ട്. ഞങ്ങൾ എന്തൊക്കെ അവൻ എപ്പോഴും ഓർക്കുക എന്തോ ഒരു പ്രശ്നം ഉണ്ട് ആ റൂമിന്. ഈ ബിൽഡിങ്ങിന് എന്തോ പ്രശ്നമുണ്ട്. കാരണം അപ്പാപ്പൻ എപ്പോഴും ഉറങ്ങുക, ബെല്ല് എപ്പോഴും ഓടിക്കുക. എനിക്കറിയത്തില്ല എന്തോ. റൂം നമ്പർ 2 സൗണ്ട് അലാറം അടിക്കുന്നുണ്ട്. പുള്ളി ഉറക്കമാണ്. ഒരു പണി, ഇനി അലാറം അടിക്കുമ്പോൾ ഞാൻ പോവാം. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. അലാറം അടിച്ച് ഓഫായിട്ട് പിന്നെയും അലാറം അടിച്ചാലും നിങ്ങൾ വരണ്ട. 2 പ്രാവശ്യം അലാറം അടിച്ചാലും ഞാൻ തന്നെ നോക്കിക്കോളാം. ഓക്കെ? നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം. ഓക്കെ? ഇനി ഇലക്ട്രിക്കൽ കംപ്ലൈന്റ് ഉള്ളതായിരിക്കോ? ഇവിടെ വെയിറ്റ് ചെയ്യാം, നോക്ക. ഏതായാലും അമ്പട പാപ്പ ആള് കൊള്ളാലോ. ഞാൻ കണ്ട കാര്യം ഏതായാലും അപ്പാപ്പൻ അറിയണ്ട. എന്തായിരുന്നു അലാറത്തിന്റെ കാരണം? അത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ബിൽഡിങ്ങിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പാപ്പൻ നല്ല ഉറക്കമാണ്, പക്ഷെ അലാറം അടിക്കുന്നുണ്ട്. ഒരു പിടുത്തൂല എന്താണ്. ഞാൻ നോക്കാം. ഞാൻ നൈറ്റുണ്ടല്ലോ ഇവിടെ. നോക്കാം ഏതായാലും. അപ്പൊ നിങ്ങൾ എന്നാ കിട്ടുമെന്നാ? ഓക്കെ എന്നപ്പാ, ഗുഡ് നൈറ്റ്. ശരി, നാളെ രാവിലെ കാണാം. അപ്പൊ ഓക്കെ എന്നാ കിട്ടുമെന്ന്. ചിലപ്പോഴൊക്കെ ഇവർ ഇങ്ങനെയാണെന്നേ. നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക അവർ കാണിച്ചു തരും. അപ്പാപ്പൻ അലാറം അടിക്കുന്നു, നമ്മൾ ഓടിച്ചെല്ലുന്നു, നിർത്തുന്നു. പുള്ളിക്ക് അതൊരു എൻജോയ്മെൻ്റ് ആണെന്നേ. നാളുകൾ എണ്ണിക്കഴിയുന്ന ഇവർക്ക് ഇതൊക്കെയല്ലേ ഒരു രസം, ഒരു സന്തോഷം. അതുകൊണ്ട് ഇവരെ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് വിടുക. അതാണെന്നേ നമ്മുടെ ജോലി. അവർ സന്തോഷിക്കട്ടെ. ഇത് അവരുടെ കൂടി ലോകമല്ലേ. അതുകൊണ്ട് ഞാൻ ഈ കാര്യം ആരോടും പറഞ്ഞില്ല. ആരും അറിയണ്ട. അപ്പാപ്പൻ സന്തോഷിക്കട്ടെ.